പാപ്പയുടെ ശവസംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 ശവപ്പെട്ടികളാണ്. അതായത് ഒന്നാമത്തെ പെട്ടി എന്ന് പറയുമ്പോൾ സൈപ്രസ് മരം കൊണ്ടുള്ള ശവപ്പെട്ടിയാണ്. ഇതിലാണ് പാപ്പയുടെ ശരീരം അവരാദ്യം വെക്കുന്നത്. അതായത് മാർപ്പാപ്പയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സേവനം, അതോടൊപ്പം തന്നെ മരണവിവരം ഇതെഴുതിയ റോജിറ്റോ എന്ന ആ രേഖ, അതും ചില നാണയങ്ങളുടെ ഈ പെട്ടിക്കുള്ളിൽ വെക്കുകയാണ് പതിവ്. എന്നിട്ട് ഇത് അവർ വെച്ച ശേഷം ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഈ പെട്ടി വെച്ച ശേഷം അതിന് ഈ ചുവപ്പ് നിറത്തിലുള്ള സിൽക്ക് റിബണുകൾ കൊണ്ട് അവർ ആവരണം ചെയ്ത് കെട്ടിയടയ്ക്കും. രണ്ടാമത് ഈ സിങ്ക് കൊണ്ടുള്ള കോഫിനാണ്. അതായത് ഈ സൈപ്രസ് പെട്ടിയെ ഇതിൽ വെച്ച് അവർ ഈ സോൾഡർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടിത് പൂർണ്ണമായിട്ട് അടച്ചിടും. ദീർഘകാലം ശരീരം കേടുപാടില്ലാതെ സംരക്ഷിക്കപ്പെടേണ്ടതിനാണ് ഇത് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. മൂന്നാമത് ഈ ഓക്ക് മരത്തിൽ നിന്നുള്ള ശവപ്പെട്ടി, അതായത് പുറത്തു നിന്നുള്ള ശവപ്പെട്ടി, അത് പൊതുജനങ്ങൾ കാണുന്നത് എപ്പോഴും ഈ പുറത്തെ പെട്ടിയാണ്. ഇത് ഭയങ്കര ഭാരമുള്ള ഒരു പെട്ടിയാണ്. അതിൽ കുരിശിൻ്റെ അടയാളമുണ്ട്, മാർപ്പാപ്പയുടെ പേരുണ്ട്, മരണത്തിൻ്റെ വർഷം തുടങ്ങിയവ ഇതിൽ എഴുതി കുറിക്കുകയാണ്. എന്നിട്ട് ഇത് സ്ക്രൂ ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യുകയാണ് മിക്കവാറും ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ മെഴുകു മുദ്ര ഉപയോഗിച്ച് അടയ്ക്കുകയും പതിവുണ്ട്. അപ്പം ഈ 3 പെട്ടികളും അടയ്ക്കുന്നതിന് മുമ്പ് ഓരോന്നിനും ഓരോ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഇത് അടച്ചതിന് ശേഷമാണ് അവസാനം ഫൈനൽ ഫ്യൂണറലിലേക്ക്, ആ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്.